ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് കണ്ടൻറ് ഉണ്ടാക്കി തന്ന അൻഷാദ് മോന് ഒരു വലിയ നന്ദി അറിയിക്കാനാണ് വന്നത്. ഈ അൻഷാദ് മോൻ ആരാണോ ഏതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് അടിക്കാൻ പോകുന്നു എന്നാണ് ആ കമൻറ്റ്. അപ്പോൾ അൻഷാദ് മോനോടായിട്ട് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണാതിരിക്കുക കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് അതിനകത്തൊന്നും ചെയ്യുന്നില്ല. നിങ്ങളെ ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്നെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരു വീഡിയോ ആയിരുന്നു, ഒരു ഫോട്ടോ ആണ് ആദ്യം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും ഈ അൻഷാദ് മോന് ഇഷ്ടപ്പെടുന്നില്ല അത്രേ. കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് അറിഞ്ഞു പോലും കൂടെ ഈ ആരാണ് ഈ അൻഷാദ് മോനെന്ന്. അപ്പോൾ ഈ അൻഷാദ് മോന് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വസ്ത്രമൊന്നും ഇടാതെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന പെണ്ണുങ്ങളെ ആയിരിക്കാം ഒരു പക്ഷേ ഇഷ്ടം. ഒരു പക്ഷേ എന്നല്ല, ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ടാവും ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണാനായിട്ട് അൻഷാദ് മോന് താല്പര്യമില്ലാതെ വന്നത്. അതുകൊണ്ടാണ് അൻഷാദ് മോൻ ആ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടത്, നിങ്ങളെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് അടിക്കുന്നു. എൻ്റെ അൻഷാദ് മോനെ, അങ്ങനെ പേടിപ്പിച്ചാലൊന്നും പേടിക്കുന്നവളല്ല ഈ സിനി സന്തോഷ് കേട്ടോ. അപ്പോൾ അൻഷാദ് മോന് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണ്ട, ഞാൻ നിർബന്ധിക്കുന്നു നിങ്ങളെ കാണാനായിട്ട്. അപ്പോൾ അൻഷാദ് മോനെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരും ഉണ്ട്, അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കേട്ടോ. അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇതുവരെ മുന്നോട്ട് കൊണ്ട് എത്തിച്ചതും അവരാണ്. അപ്പം അൻഷാദ് മോന് എൻ്റെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് ഈ അൻഷാദ് മോൻ ആരാണെന്നോ ഏതാണെന്നോ എന്താണെന്നോ എവിടുന്നാണെന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ വീഡിയോക്ക് അടിയിൽ വന്ന് ഇങ്ങനെ ഒരു കമൻ്റാണ് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത്. അതെന്തിനാണെന്നും എനിക്കറിയത്തില്ല. എന്നെയും എൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടാത്ത ആരോ ആണ്. എന്തായാലും നമുക്കെല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആര് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറുത്താലും ബാഡ് കമൻ്റ് ഇട്ടാലും നമുക്കെല്ലാവരും ഇഷ്ടമാണ്. നമ്മളെല്ലാവരും സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോകും. തുടർന്നും നമുക്ക് ആരോടെയും ഒരു ശത്രുതയില്ല ഇന്ന് വരെ, ഈ നിമിഷം വരെ. പിന്നെ ഞാൻ കമൻറ്റ് കണ്ടുകൊണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഈ അൻഷാദ് മോൻ ഇനി വേറെ ആരെയെങ്കിലും യൂട്യൂബ് ചാനലിൽ ചെന്ന് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പം ഈ അൻഷാദ് മോനാണെങ്കിൽ നല്ല വീഡിയോ ഇടുന്നവരെ ഇഷ്ടമല്ലത്രേ. അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഈ ഓരോ വീഡിയോകളുണ്ടല്ലോ, വസ്ത്രമില്ലാതെയും പാതി വസ്ത്രവും അരവസ്ത്രവും ഇട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ചേച്ചിമാർ ഇടുന്ന വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ ആയിരിക്കും പുള്ളിക്കാരന് ഇഷ്ടം. അപ്പം അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ ആ വീഡിയോ പോയി കാണട്ടെ അല്ലേ. നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് തുടരും. അതിനിപ്പോൾ ആരെന്തൊക്കെ കമൻ്റ് ഇട്ടാലും ശരി തന്നെ, എനിക്കൊരു ഇതുണ്ട്, ഞാനൊരു കാര്യം ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതെത്തുന്നത് വരെ ഞാൻ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട്, നല്ലവരായ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവത്തില്ലേ എല്ലാ കാര്യത്തിനും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നെ സ്നേഹിക്കുന്നവരും ഉണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, മുന്നോട്ടത്തേക്ക് നയിക്കുന്നത്. അപ്പോൾ നല്ല നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നല്ലതല്ലാതെ ഒന്നും ഇടുന്നില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എനിക്ക് ആരോടെയും ഒരു ദേഷ്യമോ വിരോധമോ ഒന്നും തന്നെയില്ല. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോട്ടെ.
ഓക്കെ, ബൈ ബൈ ബൈ. സിനി സന്തോഷ്.